സുഹൃത്തുക്കളെ, ജോൺ ഗ്രേയുടെ മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്ന പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ പുതിയ ജനറേഷൻ്റെ ജീവിത രീതി ഒന്ന് നോക്കുകയാണെങ്കിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പലതരത്തിലുള്ള ബ്രേക്കപ്പുകളും ഡൈവേഴ്സ് കേസുകളും നമുക്ക് വളരെ സുപരിചിതമായിട്ട് കാണുവാനായിട്ട് കഴിയും. സോ എൻ്റെ സുഹൃത്തുക്കളുടെ ആണെങ്കിലും എനിക്ക് പരിചയമുള്ളവരുടെയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ നോക്കുമ്പോൾ അവരുടെയൊക്കെ ഡൈവേഴ്സിന് ശേഷം തിരിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് അവരുടെ പ്രശ്നങ്ങൾ വളർന്ന് വലുതായി അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. പലപ്പോഴും ഈ ചെറിയ പ്രശ്നങ്ങൾ വളരെ സന്തോഷകരമായി ജീവിക്കുന്ന കുടുംബങ്ങളുടെ ഇടയിലും ഉള്ളത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും അതിനെ ഡീൽ ചെയ്യുവാൻ കഴിയാത്തത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുന്നവർക്കും അല്ലാതെയുള്ള റിലേഷൻഷിപ്പുകളിലായിരിക്കുന്നവർക്കും ഗൈഡായിട്ട് ഒരു പുസ്തകമോ ഒരു ടൂളോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കുമെന്ന്. മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വുമൺ ആർ ഫ്രം വീനസ് എന്നുള്ള ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കണ്ടെത്താൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ഒരു ടൂളാണ്. ഈ പുസ്തകത്തിലുടനീളം ഇതിൻ്റെ എഴുത്തുകാരനായ ജോൺ ഗ്രേ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു ആണിനും പെണ്ണിനും ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ജീവിക്കുവാൻ കഴിയുന്നത് എന്നതിനെ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് എന്നുള്ളത്. അതായത് ആണുങ്ങൾ ഒരു ഗ്രഹത്തിൽ നിന്നും സ്ത്രീകൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ കാര്യത്തിന് തന്നെ ഈ രണ്ട് ഗ്രഹത്തിലുമുള്ള ആൾക്കാർ വീക്ഷിക്കുന്നതും അവർക്ക് ആ കാര്യത്തോടുള്ള ഫീലിങ്ങും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉള്ള രണ്ട് ആൾക്കാരാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് രണ്ട് കൂട്ടർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ഹെൽത്തിയർ ആയിരിക്കും, ഏറ്റവും സന്തോഷകരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വ്യക്തമാക്കാൻ വേണ്ടി ഈ പുസ്തകത്തെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വി ഡിസൈർ ദം ടു വാണ്ട് വാട്ട് വി വാണ്ട് ആൻഡ് ഫീൽ ദ വേ ദാറ്റ് വി ഫീൽ. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെ എൻ്റെ പങ്കാളിയും ആഗ്രഹിക്കണമെന്നും എനിക്ക് എങ്ങനെയാണോ ഒരു കാര്യത്തിനോടൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് അതേ ഫീൽ എൻ്റെ പങ്കാളിക്കും ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ മോടി ഉറഞ്ഞു വരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ടാൾക്കാരും രണ്ട് രീതിയിൽ ചിന്തിക്കുകയും രണ്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ നിലവാരം തന്നെ മാറിപ്പോകുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ കോർ കൺസെപ്റ്റ്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. ആദ്യമായിട്ട് മെൻ വുമൺ ഈ രണ്ട് കാറ്റഗറിയിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ധാരാളം വ്യത്യാസങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ കഴിയും. ഈ വ്യത്യാസങ്ങളെയാണ് പരസ്പരം മനസ്സിലാക്കണമെന്ന് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നിയ 3 വ്യത്യാസങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട്, എ മെൻസ് സെൻസ് ഓഫ് സെൽഫ് ഈസ് ഡിഫൈൻഡ് ത്രൂ ഹിസ് എബിലിറ്റി ടു അച്ചീവ് റിസൾട്ട്സ്. അറ്റ് ദ സെയിം ടൈം, എ വുമൻസ് സെൻസ് ഓഫ് സെൽഫ് ഈസ് ഡിഫൈൻഡ് ത്രൂ ഹർ ഫീലിംഗ്സ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ഹർ റിലേഷൻഷിപ്സ്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മെയിൻ ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ സെൽഫ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് റിസൾട്ടുകളുടെ അച്ചീവ്മെൻറ്റിനോട് അനുബന്ധിച്ചിട്ടാണ്. ഈ ഒരു കൺസെപ്റ്റോടു കൂടി ഒരു പുരുഷനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പുരുഷൻ എങ്ങനെയായിരിക്കും കാര്യങ്ങളെ വേർതിരിച്ച് കാണുന്നതെന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹസ്ബൻഡിനെ കുറച്ചുകൂടി മെച്ചമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന്, ഒരു ഹസ്ബൻഡിനോട് ചെന്ന് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശം നൽകുമ്പോൾ അദ്ദേഹം അതൊരു സൊല്യൂഷനായിട്ട് കേൾക്കുന്നതിന് പകരം അദ്ദേഹം പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ആ റിസൾട്ട് എത്തിക്കുവാനായിട്ടുള്ള കഴിവ് ഇല്ല എന്നാണോ ഇവൾ കരുതുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡിനോട് എപ്പോഴും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് അച്ചീവിങ് റിസൾട്ട്സിനെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു പുരുഷനെ നമുക്ക് നിർത്തുവാൻ കഴിയും. അറ്റ് ദ സെയിം ടൈം, ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിലേഷൻഷിപ്പുകൾക്കും ഫീലിങ്ങുകൾക്കുമാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോ എന്ത് രീതിയിലുള്ള സാഹചര്യം ഉണ്ടായാലും അവരുടെ റിലേഷൻഷിപ്പിനെയും അവരുടെ ആ ഒരു ഫീലിങ്സിനും നമുക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനും സംസാരിക്കുവാൻ കഴിഞ്ഞാൽ അവരെയും നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് നിർത്തുവാൻ കഴിയും. രണ്ടാമതായിട്ടുള്ള ബേസിക് ഡിഫറൻസ് ഈ പുസ്തകത്തിലൂടെ കാണുന്നത്, ടു ഫീൽ ബെറ്റർ മെൻ ഗോ ടു ദെയർ കേവ്സ് ടു സോൾവ് പ്രോബ്ലംസ് അലോൺ. To feel better, women get together and openly talk about their problems. അതായത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഏറ്റവും ആഗ്രഹിക്കുക ഒരു ഗുഹയ്ക്കകത്തേക്ക് പോയി ഒറ്റയ്ക്കിരുന്ന് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതെല്ലാം തുറന്നു പറയുകയും മറ്റൊരാളോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ആ പ്രശ്നത്തിൽ നിന്ന് ഒരു റിലാക്സേഷൻ അവർക്ക് കിട്ടുന്നത്. സോ ഈ രണ്ട് ക്യാരക്ടറിലുള്ള ബേസിക് ഡിഫറൻസുകൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലെ ചെറിയ ചെറിയ ആർഗ്യുമെൻറ്റ്സ് വളരെ ഷോർട്ടൻ ആക്കുവാനായിട്ട് നമുക്ക് കഴിയും. മൂന്നാമതായിട്ട് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, മെൻ ആർ മോട്ടിവേറ്റഡ് ആൻഡ് എംപവേർഡ് വെൻ ദേ ഫീൽ നീഡഡ്. അറ്റ് ദ സെയിം ടൈം വുമൻസ് ആൻഡ് മോട്ടിവേറ്റഡ് ആൻഡ് എംപവേർഡ് വെൻ ദേ ഫീൽ ചെറിഷ്ഡ്. ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് എപ്പോഴും എംപവർ ആകുവാനായിട്ട് കഴിയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിനുള്ള തീരുമാനം ഒരു ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ആ ഒരു തീരുമാനത്തിലൂടെ, ആ ഒരു ചോദ്യത്തിലൂടെ അദ്ദേഹം കൂടുതൽ മോട്ടിവേറ്റഡ് ആകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അതേസമയം ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും സന്തോഷത്തോടെ ആക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവർ കൂടുതൽ ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് അവർ കൂടുതൽ എംപവർ ആകുന്നതും അവർ ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നത്. നാലാമതായിട്ട്, ഇൻ റിലേഷൻഷിപ്സ് men pull back and then get close, while women rise and fall in their ability to love themselves and others. അതായത് ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് പലപ്പോഴും ഒന്ന് വിഡ്രോ ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി നന്നായിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നതിനും വേണ്ടിയിട്ടാണ്. അതേസമയം ഒരു ലേഡിയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ വേവ്. അവരുടെ ആ സ്നേഹം, മറ്റുള്ളവരോടുള്ള കരുതലും ഒരു വേവ് പോലെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദെൻ ഇത് നാലുമാണ് ഒരു ഹസ്ബൻഡും ഒരു വൈഫും തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകളായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഡിഫറൻസുകളെ അതുപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ലവ് ഫെയിൽ ആകുന്ന സാഹചര്യം ഉണ്ടാകാം. അത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ച് ഈ പുസ്തകം പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ പുരുഷൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവും സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവും അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ പുരുഷൻ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്നുള്ളത് ലേണിംഗ് ടു ലിസൺ വിത്തൗട്ട് ഗെറ്റിംഗ് ആംഗ്രി എന്നുള്ളതാണ്. അതായത് വളരെ ശ്രദ്ധയോടുകൂടി പാർട്ട്ണറെ കേൾക്കുവാനായിട്ട് കഴിയണം, ദേഷ്യപ്പെടാതിരിക്കുവാനായിട്ട് കഴിയണം. എങ്കിലും ആ ലവ് ഫെയിൽ ആകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റിന്റെ സിറ്റുവേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് റിവേർട്ട് ചെയ്യുവാനായിട്ട് കഴിയും. ദെൻ ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഗീവ് ട്രസ്റ്റ് ആൻഡ് നോട്ട് അഡ്വൈസ് എന്നുള്ളതാണ് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻ. അതായത് സ്നേഹം തോറ്റിരിക്കുന്ന ആ സമയത്ത് പോയി ഉപദേശിക്കാൻ നിൽക്കാതെ കൂടുതൽ ട്രസ്റ്റ് ഒരു പുരുഷന് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ബൗൺസിങ് ബാക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെന്റ് വളരെ പെട്ടെന്ന് കുറയ്ക്കുവാനായിട്ട് കഴിയും എന്ന് ഈ പുസ്തകം അവകാശപ്പെടുന്നു. ദെൻ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രണയത്തിൽ പോയിന്റ്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ഒരു ലേഡിയാണ് സ്കോർ ബോർഡ് പിടിച്ചിരിക്കുന്നതെങ്കിൽ സ്വന്തം ഭാര്യയുടെ അടുത്ത് ഒരു പോയിന്റ് സ്കോർ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യേണ്ടത് നോ മാറ്റർ ഹൗ ബിഗ് ഓർ സ്മോൾ എ ഗിഫ്റ്റ് ഓഫ് ലവ് ഇറ്റ് സ്കോർസ് 1 point. ഈച്ച് ഗിഫ്റ്റ് ഹാസ് 1 point. അതായത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൊടുക്കുന്ന സമ്മാനം അത് സ്നേഹത്തിൽ നിന്നാണെങ്കിൽ ആ ഗിഫ്റ്റ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും 1 പോയിന്റാണ് സ്കോർ. അതായത് കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലല്ല, സ്നേഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കുവാനുള്ള സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കുവാൻ കഴിയണമെന്നുള്ളതാണ് സ്കോർ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നു. അതേസമയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം when a man keeps score, any sort of appreciation will score 1 point. അതായത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നത് ബൈ ഡിഫോൾട്ട് വേണ്ടതാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഓരോ പോയിന്റ് കിട്ടും എന്നാണ് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾക്ക് പുറമെ പ്രായോഗികമായി എങ്ങനെ സംസാരിക്കണമെന്നും ഈ പറഞ്ഞിരിക്കുന്ന വിവിധ സ്വഭാവ രീതികളെ മനസ്സിലാക്കുവാനായിട്ട് അവരുടെ വാക്കുകളിൽ നിന്നും സംസാരത്തിൽ നിന്നും എങ്ങനെ കഴിയുമെന്നും പഠിപ്പിക്കുന്നതിനുള്ള ധാരാളം ടിപ്പുകളുണ്ട്, ധാരാളം സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. സോ ഈ പുസ്തകം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വായിച്ചിരിക്കേണ്ട പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം ജീവിതത്തിൽ ചെറിയ ചെറിയ താളപ്പിഴകളും അസ്വാരസ്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുവാനും കുറച്ചുകൂടി നന്നായിട്ട് സ്നേഹിക്കുവാനും ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.